നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ 3 ഗസ്റ്റുകളായിരുന്നു ഇന്ന് ആ വീട്ടിലുള്ളത്. ഒന്ന് നമ്മുടെ ശോഭ, ഒന്ന് ഷിയാസ് കരീമും, പിന്നെ ഒന്ന് നമുക്ക് പുതിയതായിട്ട് ഇന്ന് വന്ന റിയാസ് ഖാനും ആയിരുന്നു കേട്ടോ. റിയാസ് സലീമും ആയിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അപ്പോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയാന്ന് വെച്ചാല് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിട്ടായിരുന്നു നമ്മുടെ റിയാസിന്റെ കാര്യത്തിൽ ഇരുന്നത്. പക്ഷെ വിചാരിച്ച പോലെ അങ്ങനെ അത്ര വലുതായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എപ്പിസോഡ് കാണുമ്പോൾ ഭയങ്കര നല്ലതായിട്ട് തോന്നുമെങ്കിലും ലൈവ് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. അതെ, അതായത് കണ്ടസ്റ്റന്റ് അതിനോടൊത്ത് നിന്നില്ല എന്നൊരു തോന്നലോ. അതെ, കാരണം കണ്ടസ്റ്റൻസിന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമില്ല. ആർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമില്ല. ഒന്നുമില്ലെങ്കിലും പണ്ടത്തെ സീസണിലൊക്കെ 1-2 പേർക്കെങ്കിലും അങ്ങോട്ടൊരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു. ഇതിൽ അതൊന്നുമില്ല. ഇപ്പം ഇതിലെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവരുടെ ടാസ്ക് ചെയ്ത് സ്റ്റാർ വാങ്ങുക എന്നുള്ളതാണ് ഇവർക്കുള്ള ഒരു ഇത്. ഈ ഒരു ഇതിൽ ഇന്നത്തെ ഒരു ഹോട്ടൽ ടാസ്കിൽ എന്താ സംഭവങ്ങൾ നടന്നത് ചോദിച്ചാൽ, ഇപ്പം അവർക്ക് അവരുടേതായ ക്യാരക്ടർ ബെറ്റർ ആയിട്ട് ചെയ്ത് അതിനുള്ള സ്റ്റാർ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ഇന്ന ആളെന്താ ചെയ്യണേ, അല്ലെങ്കിൽ ഇപ്പുറത്തെ ആളെന്താ ചെയ്യണേ, അയാൾക്ക് ഇത്ര സ്റ്റാർ കിട്ടും, അയാൾക്ക് സ്റ്റാർ കിട്ടിയ പ്രശ്നം, ഈ ഒരു സംഭവമാണ് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന ഗസ്റ്റുകളിനെക്കാളും പ്രശ്നം അവിടെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആണ്. കാരണം അവർക്ക് കൊടുത്ത റോള് ചെയ്താൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവും അതില്. അപ്പൊ ഇതിൽ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇവര് സ്വന്തമായിട്ട് ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് സ്റ്റാർ കിട്ടുന്നുണ്ടോ, ബാക്കിയുള്ളവർ എന്തെങ്കിലും സ്ക്രീൻ സ്പേസ് റോൾ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ആശങ്ക വെച്ചോണ്ട് കളിച്ച പോലെ ഏട്ടാ തോന്നുന്നു ഫുള്ള്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു പ്രഗ്നന്റ് ലേഡി ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഒരു ശരിയാണ്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടേതായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? അതെ, പിന്നെ കാണുന്നില്ല, അങ്ങനെയൊക്കെ ഒരു കാര്യം ഇല്ലാതായിട്ടാണ് കേട്ടോ. കാരണം കൂടുതലും അത് ഒരു ഗുണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്നുള്ളത് വേണം അതിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് റിയാസ് വന്നു. ഇന്ന് റിയാസിന്റെയും മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ലക്ഷ്മി ആയിരുന്നു. അപ്പം ആ ഒരു സംഭവത്തിൽ റിയാസ് നല്ല രീതിയിൽ ലക്ഷ്മി ചൊറിയുന്നുണ്ടായിരുന്നു. ലക്ഷ്മി നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ പറയേണ്ടൊക്കെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ റിയാസ് ഒരു ഹോട്ടലില് ഒരു ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ 2 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് വരുന്ന ഒരാളാണ്. അവിടുത്തെ GM ആണ് ലക്ഷ്മി. പക്ഷെ ഈ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ എപ്പിസോഡിൽ വളരെ കുറച്ചാണ് കാണിച്ചത്, ലൈവിൽ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ അത് രണ്ടുപേരും ക്യാരക്ടറിൽ നിന്ന് വിട്ടുമാറി നിന്നാണ് സംസാരിച്ചത്. അത് റിയാസ് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്കും ക്യാരക്ടർ വിട്ടേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ ക്യാരക്ടറും വിട്ടിട്ട് ഈ ഒരു സംഭവം അവിടെ വന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് 2 പേരുടെ ഭാഗത്തും കൂടുതലും റിയാസിന്റെ കാര്യത്തിൽ എനിക്ക് ടാർഗറ്റ് ചെയ്ത് സംസാരിച്ച പോലെ തോന്നി. അത് ചോദിച്ചോളൂ, പക്ഷെ ഇതിന്റെ ഇടയിൽ വേണ്ടായിരുന്നു, ടാസ്ക് കഴിഞ്ഞിട്ട് ചോദിക്കായിരുന്നു. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ് സോൾവ് ചെയ്ത് കഴിഞ്ഞ് വിട്ട് ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ എന്തെങ്കിലും സംസാരം വരികയോ വീണ്ടും ഇതെടുത്തിട്ട് സംസാരിക്കാം. ഇത് ഓക്കെ, പുള്ളിക്കാരുടെ സ്റ്റാൻഡ് പറഞ്ഞു, പുള്ളിക്കാരുടെ ഒരു നിലപാടും പറഞ്ഞിട്ട് അത് വിട്ട കാര്യമാണ്. വീണ്ടും അതെടുത്തിട്ട് അതിന് നിലപാടിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നും. അതെ, വീണ്ടും അത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലെന്ന് എനിക്ക്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇതിപ്പം റിയാസിന്റെ ആ മനസ്സിലുള്ള തോട്ടും കാര്യങ്ങളൊക്കെ റിയാസിന്റെ മാത്രമാണ്. അത് ലക്ഷ്മിയെ അടിച്ചേൽപ്പിച്ചിട്ട് അതാണ് ശരി എന്ന് ലക്ഷ്മി പറയണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായിട്ടുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പൊ അത് സ്വയം മനസ്സിലാക്കി എടുത്തു മാറുക എന്നുള്ളതല്ലാതെ നമ്മളത് അടിച്ചേൽപ്പിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റീനെ നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഇഷ്ടപ്പെട്ട് മാറേണ്ട ഒരു കാര്യം. അതെ, അല്ലെ തന്നെ അങ്ങനെ അടിച്ചേൽപ്പിച്ചാൽ എന്ത് ഗുണം ഉള്ളത് അതില്? അതെ, നമ്മള് നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രവൃത്തികളും കൊണ്ട് അത് അവരെ അടുപ്പിക്കുക എന്നേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ എൻ്റെ അടുത്ത് അടുക്കണം, നിങ്ങൾ എൻ്റെ അടുത്ത് സ്നേഹിക്കണം, ഞങ്ങളെ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അല്ലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ചെയ്യുന്നതും ശരിയല്ലല്ലോ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടും.
അതിനെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അതെന്തായാലും ഇഷ്ടപ്പെടും. അല്ലാതെ ഈ അടിച്ചേൽപ്പിക്കും തോറും വിരോധം കൂടി വരുത്തതേ ഉള്ളൂ ചിലർക്ക്. അപ്പൊ അതിനെ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളത്, അവെയർ ചെയ്യുക എന്നുള്ള കാര്യം ചെയ്യേണ്ടത്. അല്ലാതെ മറിച്ച് നേരെ റിയാസ് സലീം ചെയ്യുന്ന വേറെ രീതിയിലാണ്. അത് കാണുന്നവർക്ക് ഇറിറ്റേറ്റ്, ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഇറിറ്റേറ്റ് ചെയ്ത് കൂടുതലാക്കത്തേ ഉള്ളൂ. അതെ, അല്ല അത് ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് ഇത് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല. അത് ലക്ഷ്മിയുടെ ഒരു മൈൻഡ് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ലെങ്കിൽ കാണണ്ട എന്ന് കരുതി അവരാരും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുവല്ല, മരിച്ചു പോയി അങ്ങനെ അല്ലാതെങ്കിൽ ജീവിക്കാതെ ഇരിക്കുകയല്ലല്ലോ. അവരൊക്കെ ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ. എത്ര പേര് അവരെ സപ്പോർട്ട് ഉള്ള, ഈ ഞങ്ങൾ ഉൾപ്പെടെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതിയല്ലോ. ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോവാൻ പറയൂ. അല്ലെങ്കിൽ മറിച്ച് ലക്ഷ്മിയെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല രീതിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത് പോസിറ്റീവ് ഒരു കാര്യമാണ്. മറിച്ച് ഇതാണ് സംസാരിക്കുന്നത്, അത് നെഗറ്റീവ് കാര്യമാണ്. അതെ, അപ്പൊ ആ ഒരു കാര്യം എന്തായാലും ഒന്ന് പറയണം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ റിയാസ് സലീമിന്റെ മുമ്പിലൊന്നും വരാത്ത ഒരാളുണ്ട്, ഓടി ഒളിക്കുന്ന ഒരാള്. അതെ, നമ്മുടെ അനു ആണ്. അനുവിന് നല്ലൊരു പേടി വന്ന പോലെയായിരുന്നു കേട്ടോ. അനുവിന്റെ ഇന്നത്തെ ഫുള്ള് ഒരു സംഭവങ്ങളും പനി വന്നെന്നൊക്കെ പറഞ്ഞ വൈകിട്ടൊക്കെ ആയപ്പോ ആൾക്കൊരു കുഴപ്പമില്ലായിരുന്നു, ലൈവിൽ ഉണ്ടായിരുന്നു അത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒണിയലിന്റെയും നമ്മുടെ ആദിലയുടെ ഇഷ്യൂ ആണ്. അതിൽ ഒണിയൽ കൂടുതൽ ബ്ലെയിം ചെയ്തത് നമ്മുടെ ആര്യനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഉപ്പിട്ടത് നമ്മുടെ ആദിലയാണ് കേട്ടോ. അത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കഴിക്കുന്ന ഫുഡിൽ ഉപ്പിടുന്നത് ഒരു ഒരു ഷെഫാണ്, ഫുഡ് വേസ്റ്റ് ആവുന്നവർക്ക് പുള്ളിക്കാരൻ ഇച്ചിരി കൂടി ഇതായിട്ട് വരും. പക്ഷെ ഇതൊരു ടാസ്ക് ആണ്. ഇപ്പം ഈ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളയും ഇങ്ങനെ തർക്കുത്തരം പറയുന്നതും ജോലിക്കാർക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നതും ഒക്കെയാണ് നമ്മുടെ ആദിലയുടെ ക്യാരക്ടറായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദില അങ്ങനെ ചെയ്യുന്നതിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഓൾറെഡി ഇപ്പോ ഒരു ഗസ്റ്റിനുള്ളതിനേക്കാളും വാല്യൂ നമ്മുടെ ആദില, അതായത് ഓണറുടെ മകൾക്കും മകളുടെ ഫ്രണ്ടിനും നമ്മൾ കൊടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അപ്പം ഇപ്പം ജീവനക്കാരെ കഴിക്കുന്ന ഫുഡ് തന്നെ അവർ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഗസ്റ്റിനെ പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിലും ഒന്നും ഒണിയിൽ ചെയ്യുന്നില്ല. എനിക്ക് കൂടുതലും ഒരു ഈഗോ വർക്കൗട്ട് ആയ പോലെയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ട്, എല്ലാരും അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലേ, ഓണറിന്റെ മോളാകുന്ന ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇതിപ്പോ ആദിലെ അധികം ഒന്നും പറഞ്ഞില്ല, ഫുള്ള് ആര്യനിട്ടാ കിട്ടിയത് ഒണിയിൽ കൊടുത്തത്. അതെനിക്ക് ഒരു പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ ആര്യന്റെ കുറെ ആക്ഷനും കാണിപ്പൊക്കെ ഉണ്ടല്ലോ, അത് കൂടുതൽ പ്രൊവോക്ക് ആവത്തേ ഉള്ളൂ, പ്രത്യേകിച്ച് ബോയ്സിന്. അപ്പോ എന്തൊക്കെയാണ് ഇന്ന് നടന്നേന്നുള്ളത് നമുക്ക് കാണാട്ടോ. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ 4 കോയിനൊക്കെ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്ന ഒരാളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കൂടെ കാണാട്ടോ. അപ്പൊ ഇന്ന് ഡേ 45 ആണ്. അപ്പം തുടക്കം മാംഗല്യം എന്ന സോങ് ബാംഗ്ലൂർ ഡേയ്സിലെ സോങ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോഴേ ഇവരൊക്കെ ഉറക്കായിരുന്നു, ശോഭയും ശോഭ എണീറ്റ് വന്ന് ഡാൻസ് വെച്ചിട്ട് പിന്നെ ഉറക്കായിരുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങിയിരുന്നത്. അപ്പം തുടങ്ങിയിരുന്നതിൽ ഇവിടെ നൂറയും ആദിലയും അനുവും കൂടെ നിന്ന് സംസാരിക്കണം. അപ്പം നൂറ് പറയുന്നത് എന്താന്ന് ചോദിച്ചാല് ശോഭയുടെ ബാഗ് ഏൽപ്പിച്ചിരുന്ന ഗിസീലിനെയാണ് അത് ഭയങ്കര കെയർലെസ് ആയിട്ട് കൊണ്ടുവന്ന് വാഷ്റൂം ഏരിയയിൽ ഇട്ടിരിക്കുന്നു. അപ്പം അത് കട്ടെടുത്ത് വെക്കട്ടെ എന്നാണ് നൂറ് ചോദിക്കുന്നത്. കട്ടെടുത്ത് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദില അതെ, അപ്പൊ ആദില പറയുന്നുണ്ട് കട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ കിട്ടത്തില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട് നമ്മൾ കട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കല്യാവുന്ന പോലെ ആവും, പിന്നെ അത് മോശമല്ലേ, അത് പ്രശ്നമാവും, അത് വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് ജസ്റ്റ് എടുത്ത് കാണുന്ന രീതിയല്ലോ മാറ്റി വെക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിസയിലും ശോഭയും കൂടെ ബെഡ്റൂമിൽ വന്നിട്ട് ശോഭ പറയുന്നുണ്ട് എന്റെ വിലപിടിപ്പുള്ള എന്റെ ബാഗ് കാണുന്നില്ല, അതിൽ ഒരു വലിയ ഡയമണ്ട് ഉണ്ടായിരുന്നു, അതെവിടെ പോയി എന്ന് അറിയത്തില്ല. അപ്പം ഗിസയിൽ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ വാഷ്റൂമിൽ പോയി കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ പോയായിരുന്നു, അങ്ങ് പോയി, കാരണം അവിടെയാണല്ലോ ബെഡ്റൂം, അപ്പൊ ഞാൻ കണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ നെവിൻ വന്നിട്ട് ഓടി വന്നിട്ട് പറയും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ, കാരണം ഇവിടെ എന്ത് കാണുമ്പോഴും നെവിനെ ആണല്ലോ പറയണേ. അപ്പോ ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് അത് ആ ഒരു വാഷ്റൂം ഏരിയയിൽ ഇരിക്കുന്ന കണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം ശോഭ പറയുന്നത് ആദ്യം ഞാൻ അവിടെ ആയിരുന്നു വെച്ചിരുന്നു, ഇപ്പൊ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ അത് സെർച്ച് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ഒരു ടാസ്ക് നമ്മുടെ നെവിന് വേണ്ടി വന്നേക്കാം. അത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു ടാസ്ക് ആണ് കേട്ടോ. അപ്പോ ഇതിലെന്താന്ന് വെച്ചാല് ഒരു ബിരുദം നേടി നമ്മുടെ നെവിന് ഒരു എക്സാം പാസ്സായത് ഇന്നാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറിന്റെ തന്നെയാണ്. അപ്പൊ ഒരു കൺസൾട്ടേഷൻ നടത്തുകയാണ്. ഒരു ഏത് ഏരിയയിലായിരുന്നു? മേക്കപ്പ് റൂമില്ല, അതൊന്നും പറയില്ല, ഒരു ചെറിയ കൺസൾട്ടിങ് 1/2 മണിക്കൂർ വെച്ചിട്ട് എല്ലാരെയും ചെയ്യണം. കാരണം അവരൊക്കെ പ്രഷറിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്നതാണല്ലോ. ഉണ്ട്, ലൈവിലുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ എപ്പിസോഡിൽ കാണിക്കില്ലല്ലോ. അപ്പൊ ലൈവിൽ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈവില് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്ത് കുഴപ്പമില്ലാതെ പോയി കേട്ടോ.
അപ്പോൾ ശോഭ എന്നിട്ട് ഈ മീറ്റിംഗിൽ തന്നെ നമ്മുടെ ശോഭ പറയുന്നുണ്ട്, എൻ്റെ കോടികൾ വില മതിപ്പുള്ള ഞാൻ പ്രത്യേകം ചെയ്യിപ്പിച്ചെടുത്ത എൻ്റെ ബാഗായിരുന്നു, അതിൽ ലക്ഷങ്ങൾ വില മതിപ്പുള്ള ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല. ശോഭ ഇടുമ്പോ ഇച്ചിരി 10 മടങ്ങ് വർദ്ധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശോഭയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉടനെ നെവിൻ എല്ലാവരെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വേണം പ്രഗ്നന്റ് ലേഡി ആയിട്ട് ഒരുങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അനീഷും ഷാനവാസും റൂമൊക്കെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവർ നല്ല അടിപൊളിയായിട്ട് റൂം ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റർടൈൻമെന്റ് നോക്കുവായിരുന്നെങ്കിൽ കുറവായിരുന്നു കേട്ടോ. അവര് വർക്കിൽ മാത്രമായി പോയി കാര്യങ്ങള്. അതെ, അപ്പോഴത്തേക്ക് ലക്ഷ്മി ഒന്ന് ഗിസേലിനോട് പറയുന്നുണ്ട്, എനിക്ക് ബാഗ് കിട്ടി, അത് സെക്യൂരിറ്റി വേണം, നമുക്ക് കൊണ്ടുവന്ന് വേണം. അവര് ചെക്ക് ചെയ്യുമ്പോൾ അതില് ഡയമണ്ട് ഇല്ല, പക്ഷെ ശോഭയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശോഭയോട് പറയുന്നത് ഡയമണ്ട് ഇല്ല. അപ്പൊ എവിടുന്ന് കിട്ടിയെന്ന് ശോഭ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ബെഡ്റൂമിന്റെ ബാക്കിലത്തെ ആ ഒരു കോർണറിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് അവിടെ നടന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റിയാസിന്റെ എൻട്രി ആണ് കേട്ടോ. അങ്ങനെ റിയാസ് വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും റിയാസിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ഓൾറെഡി വിളിച്ചു പറഞ്ഞിരുന്നു, എല്ലാവരും ഗാർഡൻ ഏരിയയിൽ പുറത്ത് നിന്നാ മതി, അങ്ങോട്ട് ഉള്ളിലോട്ട് വെളിയിലോട്ട് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ എല്ലാവരും നിന്നുകൊണ്ട് ഇവരുടെ എൻട്രി കുറച്ച് ബോറായിട്ടല്ലേ വന്നത്. അങ്ങനെ ഇവരെല്ലാം നിൽക്കുന്നുണ്ട്, റിയാസ് വരുന്നുണ്ട്, വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോ റിയാസ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ഗസ്റ്റുകളായിട്ടുള്ള നമ്മുടെ ശോഭയും ഷാനവാസും ഒക്കെയാണ് കേട്ടോ ഷിയാസും ഒക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ റിയാസ് ചോദിക്കുന്നത്, എന്താണ് എന്നെ ഗസ്റ്റുകളാണോ വെൽക്കം ചെയ്യുന്നത്, നിങ്ങൾ ആരും അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് റിയാസ് ചോദിക്കുന്നു, ആർ യു ദി GM, എന്നോട് സംസാരിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മുടെ ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നു, ഇല്ല എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ലക്ഷ്മി പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് റിയാസ് ചോദിക്കുന്നു, ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് വാക്ക് ഓഫ് നോ ഷെയിം എന്നുള്ളതാണ്, ഐ വോണ്ട് യു ടു നോ ദാറ്റ് എന്ന് നമ്മുടെ റിയാസ് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി വരുന്നു, ഐ ഡോണ്ട് കെയർ വാട്ട് യു വിയർ എന്ന് നമ്മുടെ ലക്ഷ്മിയും തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് റിയാസ് ഉടനെ, എനിക്ക് തോന്നിയത് ലക്ഷ്മി നല്ല രീതിയിൽ തിരിച്ച് റിയാസ് പറയുന്നതിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് റിയാസ് പെട്ടെന്ന് പറഞ്ഞു, കുറച്ച് റെസ്പെക്ട് കാണിക്കൂ, ഞാൻ ഗസ്റ്റ് അല്ലേ, റെസ്പെക്ട്ഫുള്ളി സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ എനിക്ക് തോന്നിയത് ഉത്തരം മുട്ടി കാണും. കാരണം പെട്ടെന്ന് ഇങ്ങനെ ലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്ക് ആള് കരുതി കാണത്തില്ല, മിണ്ടാതെ കേട്ട് ഇരിക്കും. ഗസ്റ്റിനെ പറയുമ്പോൾ മിണ്ടാതെ കേട്ടിരിക്കും എന്നൊക്കെ കരുതി. പക്ഷെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ലക്ഷ്മി. മാറിപ്പോയി, അത് കഴിഞ്ഞ് കുറച്ച് കോൺവെർസേഷൻ ഒക്കെ കുറച്ച് അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, ഞാൻ റെസ്പെക്ട്ഫുള്ളി ആണോ സംസാരിക്കുന്നത്, ഓക്കെ ഫസ്റ്റ് കംസ് GM ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ അവിടെ നിന്ന് GM അല്ല, ആദ്യം വരുന്നത് ഓണറിന്റെ മകളാണ്, ഓണറിന്റെ മകളാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി. പ്രശ്നം അതായത് ഓണറിന്റെ ഡോക്ടറായിട്ട് ആദിലെ ആരും പരിഗണിക്കുന്നില്ല. അതെ, അതെന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, പക്ഷെ അതിലേയും അതേ രീതി ടാസ്ക് നന്നായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, ചുമ്മാ അവിടെ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റിയാസ് വരുന്നു. റിയാസ് വന്നിട്ട് അങ്ങോട്ട് റിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫിലിം പ്രൊഡ്യൂസറാണ്, 2 ഫിലിം ചെയ്തിട്ടുണ്ട്, ഇനി ഒരു 3ാമത്തെ മൂവി ഇറങ്ങാൻ പോകുന്നു, അതിന്റെ ഒരു പ്രമോഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് റിയാസ് പറയുന്നുണ്ട്, ഞാനൊരു 7 സ്റ്റാർ ഹോട്ടലാണെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് വന്നത്, പക്ഷെ ചിലരുടെയൊക്കെ പ്രവർത്തി കണ്ടിട്ട് ഒരു ലോഡ്ജ് പോലെ ഉണ്ട് ഇതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് റിയാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, വന്ന വഴിക്ക് ക്യാബ് ഡ്രൈവർ പറഞ്ഞു അനുവിനെ കുറിച്ച് ഡ്രസ് ഇടുന്നവരെ കുറച്ച് ഷോർട്ട് ഡ്രസ് ഇടുന്നവരെ അനു കമന്റ്സ് പറയാറുണ്ട് എന്ന് ക്യാബ് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്, അത് വളരെ മോശമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ അനുവിനിട്ടും കൊട്ടു കൊടുക്കുന്നുണ്ട്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ വന്ന 2 ഗസ്റ്റ് ഉണ്ടല്ലോ, അതായത് ശോഭയ്ക്കും ഷിയാസിനും നമ്മുടെ എന്താണ് പറയാ ജീവനക്കാർക്ക് ടിപ്സ് വല്ലതും കൊടുക്കണമെങ്കിൽ കൊടുക്കാനുള്ള ഒരു അവസരമായിരുന്നു. അങ്ങനെ ഈ ഒണിയലിന് ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്, അതായത് ഫുഡ് കൂടുതൽ ഉണ്ടാക്കി ഷിയാസിന് കൊടുത്തു എന്നുള്ള പേരില്. അതിനുശേഷം ഗിസേലിന് ഒരു സ്റ്റാർ വിളിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു, നല്ലോണം ചെയ്തെന്നും പറഞ്ഞിട്ട്. പിന്നെ അതിന്റെ ഇടയിലാണ് ഷാനവാസും അനീഷും ആര്യനും കൂടി വഴക്കിടുന്നത്. അത് പാത്രം കഴുകുന്നതിനെ പറ്റി വഴക്കിടുന്നുണ്ടായിരുന്നു. അത് തലേദിവസം പാത്രം കഴുകാൻ അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവരുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യനെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ ആര്യൻ കുറച്ചു നേരം കണ്ട് ചെയ്തോളൂ, പക്ഷെ ആര്യൻ വന്ന് ചെയ്തു എന്നൊക്കെ കണ്ടത് പറഞ്ഞത്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, അനീഷ് പറഞ്ഞ് ചെയ്യുന്നില്ല, അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഒരു 10 മിനിറ്റ് തികച്ച് ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു വഴക്കിടുന്നുണ്ട്. പിന്നെ സാബുവാനെ വിളിക്കുന്നുണ്ട്, ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്.
അപ്പോഴത്തേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പഴയ അതിഥികളുടെ ബുക്കിംഗ് ടൈം കഴിഞ്ഞു. അതായത് നമ്മുടെ ശോഭയുടെയും എന്തോപ്പം ഷിയാസിന്റെയും ബുക്കിംഗ് ടൈം കഴിഞ്ഞ് അങ്ങനെ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ശോഭയും ഷിയാസും പോയി കേട്ടോ. ഇത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ലൈവില്. ശോഭയെടുത്ത് ഒരു 4-5 വട്ടമെങ്കിലും ബിഗ് ബോസ് ശോഭ ടൈം കഴിഞ്ഞു എന്ന് പറയേണ്ടി വന്നത്. കാരണം ശോഭ ചെക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി അവിടെ നിൽക്കും കേട്ടോ, പോതില്ല. അത് പോകാൻ പറഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ എടുത്ത് അതെ 1.5 മണിക്കൂർ എങ്ങനെ ലൈവില് കഴിഞ്ഞിട്ടോ. പിന്നെ ശോഭ ഒരു 4-5 വട്ടം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അവസാനം റിയാസ് വരെ വന്നിട്ട് പറഞ്ഞു ഒന്ന് പോ ശോഭ, എന്നിട്ട് വേണം എനിക്ക് എന്റത് തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ടും പോതില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് അന്നില്ലേ പ്രൈസ് കിട്ടാതെ പോത്തില്ലെന്ന് പറഞ്ഞു. 100 ദിവസം കഴിയാതെ ഞാൻ ഇറക്കിയിട്ടാലും പോത്തില്ലെന്ന് പറഞ്ഞാണക്കായിരുന്നു ശോഭ ഇന്ന്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് റിയാസ് ഇവര് പോയി കേട്ടോ. ഇവര് പോയി കഴിഞ്ഞിട്ട് റിയാസ് വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, GM ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ, എനിക്ക് വേണ്ടതൊക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നത് 2 മിനിറ്റ് ഞാനിപ്പോ വരാന്ന് പറയണം. അപ്പൊ റിയാസ് ചോദിക്കുന്നത് നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ചിട്ടാണോ ഇവിടെ ഗസ്റ്റ് നിൽക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ടോ. ലക്ഷ്മി പുറത്തു പോയി എന്തോ നമ്മുടെ ആ ഒരു പ്രതിമയിൽ വിഷ് ചെയ്യുമല്ലോ, അത് വിഷ് ചെയ്തു. ഉടനെ ഇതിന്റെ പുറകെ നമ്മുടെ റിയാസും ചെല്ലുന്നുണ്ട്. എന്നിട്ട് റിയാസ് പറയാം എന്തൊരു ആറ്റിറ്റ്യൂഡാണ് ഇത്, എന്തിനാണ് ഇത്ര ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ വേണ്ടേ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പൊ റിയാസ് പറയുന്നുണ്ട് ഇവിടെ എന്റെ കാര്യങ്ങളൊക്കെ റെഡിയാണോ എന്ന് അറിയാം. അപ്പൊ ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട് റെന വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു ചില കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ വേണമെന്ന്. പക്ഷെ ഒന്നുണ്ട്, ലക്ഷ്മിയുടെ വിഷ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സാബുമാൻ. ഗസ്റ്റ് ആയിട്ട് വരാൻ വല്ലതും വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലെ, ഗെയിം അങ്ങ് മാറും. അപ്പം എനിക്കിങ്ങനെ എന്താ വേണ്ടതെന്ന് റെന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പഴും റിയാസ് ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാം നോക്കിയോന്ന് നോക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് എന്താ വേണ്ടേ മേക്ക് ഇറ്റ് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അപ്പം റിയാസ് പറയുന്നത് നിങ്ങൾ അവിടെ വെറുതെ ഇരുന്ന് എല്ലാം നോക്കുന്നേ ഉള്ളൂ, എന്നിട്ട് ചുമ്മാ അങ്ങ് ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. അപ്പം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ അങ്ങനെയൊന്നും ചോദിച്ചപ്പോഴത്തേക്ക് റിയാസ് പറയും എനിക്ക് ഫീൽ അല്ല, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ആയത്, എനിക്ക് അണ്ടർസ്റ്റുഡ് ആയി അത് എന്ന് നമ്മുടെ റിയാസ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റിയാസ് തന്നെ പറയുന്നുണ്ട് ആദ്യം കുറച്ച് മര്യാദ പഠിക്കുന്ന പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നത് അത് പഠിക്കേണ്ട അവരുടെ അടുത്തുനിന്ന് ഞാൻ പഠിച്ചോളാം, നിങ്ങളുടെ അടുത്തുനിന്ന് എന്തായാലും പഠിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അനുവിനെ പൊക്കുന്നുണ്ട്, പക്ഷെ അനുവിനെ പൊക്കുമ്പോഴത്തേക്ക് അനുവിന് സുഖമില്ല വയ്യ എന്നൊക്കെ നൈസിനങ്ങ് മുങ്ങി. അപ്പോഴത്തേക്ക് റിയാസ് പറയുന്നുണ്ട് ഹ്യൂമാനിറ്റി ഒന്നുമില്ല, നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യെങ്കിൽ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാവാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ഉടനെ റിയാസ് വീണ്ടും ചൊറിയാൻ ലക്ഷ്മി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അതങ്ങ് വിട്ടു കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കിച്ചന്റെ വർക്കാണ് കേട്ടോ. അതായത് ഒണിയിൽ പറയുന്നുണ്ട് കുക്ക് ചെയ്ത പാത്രങ്ങൾ വാഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് നമ്മളിന്ന് പ്രമോല് കണ്ടടക്കിയിരുന്ന ഫുഡ് കഴിക്കാണ്. ഉടനെ റെന പറയുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല ഇന്നലെ ഞങ്ങൾ ചെയ്തു, ഇന്ന് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആര്യനോട് ചെയ്യാൻ പറഞ്ഞപ്പോ ആര്യൻ പറയും ഞാൻ ചെയ്തിരുന്നു, പിന്നെ എന്റെ ഒരു സംഭവം ഇത് ചെയ്യലല്ല, പിന്നെ ഇന്നലെ ഗസ്റ്റ് വന്നതുകൊണ്ട് അത് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ, അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോർ ക്ലീനിങ് ആൾക്കാർ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു ചെറിയ വഴക്ക് കിട്ടോ, നീ ആടാ നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു നോർമൽ വഴക്ക്, അതെ വെസൽ വാഷിംഗ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴക്കായിരുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഷാനവാസ് പറയുന്നുണ്ട് ആര്യൻ ഒന്നും പറയേണ്ട കാര്യമില്ല, ആര്യൻ ഔട്ട്സൈഡിൽ നിന്ന് വന്നത്, അപ്പൊ ആര്യൻ പറയുന്നത് ഈ ഹോട്ടലിൽ കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഷാനവാസും പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് ലക്ഷ്മിക്ക് സ്റ്റാർ കൊടുക്കാനുള്ളൊരു സംഭവമാണ് കേട്ടോ അടുത്ത് വന്നത്. അങ്ങനെ ലക്ഷ്മി നമ്മുടെ റിയാസിനോടും ആദിലയോടും ഡിസ്കസ് ചെയ്തിട്ട് അന്തിമ തീരുമാനം ലക്ഷ്മി എടുത്തിട്ട് സ്റ്റാർ കൊടുക്കും. അങ്ങനെ ബിന്നിക്ക് 1 കോയിൻ കൊടുക്കുന്നുണ്ട്, അതായത് എക്സ്ട്രാ എഫേർട്ട് കുക്കിങ്ങിൽ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ഷാനവാസിന് 2 കോയിന് കൊടുക്കുന്നുണ്ട്, അത് നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരുന്നു അവർ ചെയ്തത്, നല്ല ഫുള്ള് തുടക്കുകയും ക്ലീൻ ചെയ്യുകയും എല്ലാം ചെയ്തത്. അങ്ങനെ ഷാനവാസിന് 2 കോയിൻ, എനിക്ക് തോന്നുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണെന്ന് തോന്നുന്നു 2 കോയിൻ കൊടുത്തത്. അനീഷിന് 1 കോയിൻ കൊടുത്തായിരുന്നു, പെർഫോമൻസും സെയിം ഇത് തന്നെയാണ്. പിന്നെ ഗിസേലിന് 1 കോയിൻ, അതായത് ഇന്ന് നല്ല ആക്റ്റീവ് ആയിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. നെവിന് 1 കോയിൻ കൊടുത്തിരുന്നു, ടാസ്ക് നന്നായിട്ട് രാവിലെ കൊടുത്തത് അതേ ഉള്ളൂ. അപ്പൊ അതേ റിയാസ് പറയുന്നുണ്ട് എനിക്കത്ര ഇതില്ല, എനിക്ക് ഒന്നെങ്കിലും കൊടുക്കണമെന്നാ പിന്നെ ഇവരുടെ തീരുമാനമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെ അക്ബറിന് 1 കോയിൻ കൊടുക്കുന്നുണ്ട്, അത് ജിഷിൻ പേടിച്ചു കൊടുക്കുവാണോ ഗുണ്ടയായോണ്ടാണോ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ജിഷിൻ കയറി സംസാരിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഒനിയല് ഒരു കോയിൻ കൊടുത്തു ഒനിയനെ വിളിച്ചിട്ട്. അതായത് റിയാസിന് ഒനിയന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് അത് വലിയ ഇതില്ലായിരുന്നു. അങ്ങനെ അതിനെ ഒനിയന് അല്ല, ഇതിൽ എന്താന്ന് വെച്ചാൽ ലൈവിൽ ഇത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അതായത് ലക്ഷ്മിയുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് നമ്മുടെ വാഷ്റൂം ഏരിയയിൽ വരുമ്പോ അത് അഭിലാഷ് നല്ല രീതിയിൽ ചെയ്തു. അപ്പൊ അഭിലാഷിന് 2 കോയിനും നൂറയ്ക്ക് 1 കോയിനും കൊടുക്കണമെന്നായിരുന്നു. അപ്പൊ ആദില പറഞ്ഞു നൂറയ്ക്കും 2 കോയിൻ കൊടുക്കണം, 2 പേർക്കും 2 കോയിൻ കൊടുക്കണം, നന്നായിട്ട് ജോലി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മി പറഞ്ഞു നൂറ് കുറച്ചു നേരം വൈകുന്നേരം പറഞ്ഞിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അഭിലാഷ് എല്ലാം ചെയ്തു, അതുകൊണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവര് സംസാരിച്ച് വന്നിട്ട് പിന്നെ അത് മാറിയതാണ് കേട്ടോ. അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു രീതി വന്നത്. അതിൽ ആദ്യം ഒണിയലിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ അത് മാറി. പക്ഷെ ലക്ഷ്മി അബദ്ധത്തിൽ ഒണിയലിനെ വിളിച്ചു കൊടുത്തു. അതെ അതെ, അങ്ങനെ. പക്ഷെ ആ 1 കോയിൻ തിരിച്ച് മേടിക്കുന്നുണ്ട്. അപ്പം അതായത് കൊടുത്തു കഴിഞ്ഞ ഉടനെ കൊടുത്തു ഒണിയൽ പോയി ഇരുന്നു. ലക്ഷ്മി കൊടുത്തു, ഒണിയൽ ആ സ്റ്റാറും വാങ്ങി പോയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെ ശരിയാവും, അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദിലാണ് ഒരു മിസ്റ്റേക്ക് ലക്ഷ്മിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങുന്നത്. അപ്പോഴും ഗിസയിലൊക്കെ അത് പറയുന്നുണ്ടോ, സോ ക്രൂവൽ ആണത് തിരിച്ചു വാങ്ങുന്നത്. പിന്നെ അനുവിനെ വിളിച്ചിട്ട് 1 കോയിൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴും എല്ലാരും ഭയങ്കരമായിട്ട് വഴക്കിട്ടു. കാരണം അനു ഒരു ഡ്യൂട്ടിയും ഇന്നധികം അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അപ്പം അതിനെല്ലാവരും വഴക്കിട്ടു. പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ അനു ലക്ഷ്മിയുടെ അടുത്തായിരുന്നു ഇരുന്നത്. അപ്പൊ കാണാതെ പോയി ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി നോക്കുമ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ റിയാസ് ഒക്കെ ഒന്ന് ടാസ്കിനെ വീശി കൊടുക്കാനൊക്കെ വിളിച്ചപ്പോഴും വയ്യെന്ന് പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞ് പോയിരിക്കായിരുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ റിയാസിന്റെ മുമ്പ് ഇട്ട് തന്നെ ഗെയിം എല്ലാം എക്സ്പോസ് ആവും എന്നുള്ള പേടി കൊണ്ടാണ് പോയായിരുന്നത്. പക്ഷെ ലക്ഷ്മിയുടെ കൂടെ നിപ്പുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് റിയാസും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഷുവർ ആണോ അനുവിന് ഒരു കോയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഷുവർ ആണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അതെ അതെ. പിന്നെ നൂറയ്ക്ക് 1 കോയിൻ കൊടുക്കുന്നു, അഭിലാഷിന് 1 കോയിൻ കൊടുക്കുന്നു. അപ്പൊ അഭിലാഷിന് കോയിൻ കൊടുത്തത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, തിരിച്ച് കൊടുക്കാനൊക്കെ നോക്കിയായിരുന്നു. അതായത് ഒനിയലിന്റെ തിരിച്ച് മേടിച്ചതിന് ഇല്ലേ, കൊടുത്തിട്ട് തിരിച്ചു മേടിച്ചത് മോശമായി പോയി എന്നുള്ള രീതി. പക്ഷെ അഭിലാഷിന് തന്നെ മേടിക്കേണ്ടി വന്ന കോയിൻ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ ഒനിയലും പിന്നെ അഭിലാഷ് ഷാനവാസിന് 2 കൊടുത്തത് വലിയ പ്രശ്നമൊക്കെയായിരുന്നു. കാര്യം ഇല്ലേ, ക്യാരക്ടർ വിട്ട് നിന്നിട്ട് ഇന്ന് അവിടെ ഭയങ്കരമായ രീതിയിൽ ഗസ്റ്റിന് മുമ്പിൽ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആര്യരുമായിട്ട്. എന്നിട്ടും കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലെ കിച്ചണിൽ ഓൾറെഡി വഴക്കുണ്ടായിട്ടും ഒനിയലിനും ജിഷിനും ഒക്കെ കൊടുത്തായിരുന്നല്ലോ. പിന്നെ അഭിലാഷ് പിന്നെ പറയുന്നുണ്ട് അഭിലാഷിന് വർക്ക് ചെയ്തു എന്നുള്ള. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോട്ടലില് എങ്ങനെയാണോ നമ്മുടെ ജാൻറ്റേഴ്സ് നിൽക്കുന്ന ആ രീതിയിൽ അവർ നിന്നു എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ BB ഹോട്ടലാണ്, ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ നമ്മൾ കൊടുത്ത പണി ചെയ്യുന്നതിന്റെ കൂടെ ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക, എന്നാലേ അത് സക്സസ് ആവത്തുള്ളൂ. ഇത് എന്റർടൈൻമെന്റ് ഇല്ലായിരുന്നു. അതിന് എക്സാമ്പിൾ ഒരു കാര്യമായിരുന്നു നമ്മള് കഴിഞ്ഞ തവണ ശോഭ അല്ലേ ജാനായിട്ട് ഇന്നായിരുന്നു. ആ പുള്ളിക്കാരി ജോലി ചെയ്തില്ലായിരുന്നു, പക്ഷെ ഗസ്റ്റിനെ നല്ല രീതിക്ക് ഇത് സോപ്പിടുന്നുണ്ട്. അതെ, അപ്പം അത് എനിക്കൊന്നും പറയാനുണ്ട്. അപ്പൊ അഭിലാഷ് പറയണ എന്താ വെച്ചാൽ കൊടുത്ത ജോലി നന്നായിട്ട് ചെയ്യും. ജോലി ചെയ്യലല്ല, നമ്മള് അങ്ങനെ പണിയെടുക്കലല്ല. അതിപ്പോ അവിടെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും പറയാണ് ഇതൊരു BB ഹോട്ടലാണ്, ഇവിടെ പണിയെടുക്കുക എന്നുള്ളതല്ല, നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് വിസിബിൾ ആവുക, എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ടോട്ടൽ ഇപ്പം അനീഷിന് 3 സ്റ്റാർ. ഇപ്പൊ ടോട്ടൽ ബിഗ് ബോസ് എത്ര സ്റ്റാർ എന്ന് ചോദിക്കുന്നുണ്ട്. അനീഷിന് 3 സ്റ്റാർ, ഷാനവാസിന് 4 സ്റ്റാർ, ഗിസേലിന് 3, സാബുമാൻ 1, രണയ്ക്ക് 1, അതേപോലെ അക്ബറിന് 2 സ്റ്റാർ, അഭിലാഷിന് 2 സ്റ്റാർ, ബിന്നിക്ക് 2 സ്റ്റാർ, ഒനിയലിന് 3 സ്റ്റാർ, നെവിന് 2 സ്റ്റാർ, അനുവിന് 2 സ്റ്റാർ, നൂറയ്ക്ക് 2 സ്റ്റാർ, ജിഷിന് 3 സ്റ്റാർ. അപ്പൊ ഷാനവാസ് ആണ് 4 സ്റ്റാർ എടുത്തിരിക്കുന്നത്. അത് ലക്ഷ്മിക്ക് തെറ്റുപറ്റും. കഴിഞ്ഞ ദിവസം അല്ലേ, കാരണം ആരും അറിഞ്ഞില്ല ഷാനവാസിനെ 4 സ്റ്റാർ 3 സ്റ്റാർ പറഞ്ഞിരിക്കും. ഇത് ലൈവിൽ എന്താ നടന്നു എന്ന് വെച്ചാല് എല്ലാരും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് മനസ്സിലായി ഷാനവാസിന് 2 സ്റ്റാർ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞിട്ട് ആദില തിരിച്ചു വാങ്ങാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് അവിടെ നിന്ന് കളിച്ചു കേട്ടോ. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും എത്ര സ്റ്റാർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉടനെ ഷാനവാസ് തിരിച്ചു കൊടുത്തില്ല. ഷാനവാസ് ഇന്ന് എന്റെ 4 സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞത് ഓൾറെഡി ഇവരത് ഒന്ന് തിരിച്ചു വാങ്ങാൻ നോക്കിയതാണ്. പക്ഷെ അതിനുമ്പ് ബിഗ് ബോസ് ആണ് കേട്ടോ അവിടെ കളിച്ചത്. അതെ അതെ. അപ്പം നമ്മുടെ അനീഷിന് മിക്കവാറും ഇത് പോകും തോന്നില്ലേ, അതോ ഏറ്റവും കൂടുതൽ സ്റ്റാർ അറിയില്ല. ഏറ്റവും കൂടുതൽ സ്റ്റാർ വേണം. അപ്പൊ അനീഷിന് ഇത്തവണ പോകത്തില്ലെന്ന് തോന്നുന്നു. അത് ലക്ഷ്മി ഗെയിം കളിക്കുന്നുണ്ട്. ലക്ഷ്മി എനിക്ക് തോന്നുന്നത് നമ്മുടെ മനഃപൂർവ്വം ആണ് ഷാനവാസിന് 2 കൊടുത്തത്. കാരണം അനീഷിനും അക്ബറിനും കൂടുതൽ കിട്ടാതെ ഇരിക്കാൻ ലക്ഷ്മി നോക്കുന്നുണ്ട്. കാരണം അവരാണല്ലോ കൊടുത്ത ഈ ഒരു വലിയ പണി കൊടുത്തേക്കുന്നത്. അതിന് പിന്നെ റിയാസിനെ വിളിച്ചിട്ട് സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട്, കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട്.
അതായത് എന്ന് പറഞ്ഞാല് നമ്മുടെ അനുവിനെയും ഗിസേലിനെയും പിന്നെ ആര്യനെയും ഒറ്റ ഫ്രെയിമില് ഒരു ക്യാമറയില് കൺഫെഷൻ റൂമിലെ ഫ്രണ്ടിലത്തെ ക്യാമറയില് ഇവരെ ഒരു പോസ് തോളില് കൈ കൊടുത്തിരിക്കുന്ന രീതിയിൽ പോസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ടാസ്കും പിന്നെ കണ്ണാൻ തുമ്പി പോരാമോ എന്നൊരു മിനിമം ഒരു 5 കണ്ടസ്റ്റന്റ് അല്ലേ പാട്ട് പാടിപ്പിക്കുക. പിന്നെ അനീഷിനെ കൊണ്ട് ഷാനവാസിനെ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നിങ്ങനെ പറയിപ്പിക്കുക. ഈ 3 ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഇത് അടുത്ത ദിവസം വേക്കപ്പ് സോങ്ങിന് മുന്നേ റിയാസ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം കിട്ടും. ഇനി അത് ചെയ്യിപ്പിച്ച് തീർത്തില്ലെങ്കിൽ വീട്ടുകാർക്ക് ഒരു പണിഷ്മെന്റ് കിട്ടും. ഇതായിരുന്നു റിയാസിന് കൊടുത്ത ടാസ്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ജിഷിനും ഹോണിയിലും കോയിനൊന്നും കിട്ടാത്തതുകൊണ്ട് റിസൈൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കയറി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഗസ്റ്റിനുള്ള ഫുഡ് മാത്രമേ കുക്ക് ചെയ്യൂ, വീട്ടുകാർക്കുള്ളത് കുക്ക് ചെയ്യില്ല എന്നൊക്കെ ഇന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇന്നലെ എല്ലാവർക്കും ഉള്ള കുക്ക് ചെയ്തായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് റിയാസ് നമ്മുടെ അഭിലാഷിനെയും ബിനീനെയൊക്കെ കൊണ്ട് ഇങ്ങനെ ആക്ടിങ് ചെയ്യുന്നുണ്ട്. ഫിലിമിൽ എടുക്കാന്ന് പറഞ്ഞിട്ട് അനീഷിനെ കൊണ്ട് ആക്ടിങ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ അനീഷിന് ബിന്നീനെയാണ് ഇഷ്ടം, എന്നാൽ റെനയ്ക്ക് അനീഷിനെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഷാനവാസിന്റെ ഫ്രണ്ടായിട്ട് ചെല്ലെന്ന് പറഞ്ഞിട്ട് റിയാസ് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ട് അനീഷിനെ കൊണ്ട് അതെ അനീഷ് പറയുന്നുണ്ട് ഐ ലൈക്ക് ഹിം. നോ ലൈക്ക് അല്ല, ലവിലേക്ക് പോവൂ. അപ്പൊ അത് എന്നിട്ട് പറയുന്നുണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അനീഷ് ഷാനവാസ് എന്റെ നല്ലൊരു സുഹൃത്താണ്, ഇവിടെ ഇറങ്ങിയാലും അല്ല ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് പറയൂ. ഷാനവാസ് എന്റെ നല്ലൊരു സുഹൃത്താണ്. വീണ്ടും അങ്ങനല്ല, വീണ്ടും പറയൂ ഷാനവാസ് എന്റെ ഒരു ഉറ്റ സുഹൃത്താണ്. ഐ ലൈക്ക് അല്ല ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട്. ഇങ്ങനെ അവസാനം റിയാസ് പറയിപ്പിച്ചെടുത്തു കേട്ടോ. അതൊരു ടാസ്ക് തന്നെയായിരുന്നു. ബാക്കി എല്ലാം എളുപ്പമായിരുന്നു, പക്ഷെ അത് മാത്രം അത് കഴിഞ്ഞിട്ട് റിയാസും അക്ബറും എല്ലാം കൂടി ഇരിക്കുമ്പോ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് റിയാസ്. സ്റ്റാർ വരുമ്പോ എല്ലാം കൂടെ വേണമെന്ന് പറഞ്ഞ് അടിയിടും. എന്നാൽ അതിനൊറ്റ രീതിയിൽ എടുക്കത്തുമില്ല. എന്നിട്ട് നമ്മുടെ ആദിലെടുത്ത് പറയാണ് എനിക്ക് ആദിലയുടെ മറിന്റെ ഒരു ഹെൽപ്പ് വേണം, കുറച്ച് ട്രാഷ് എടുത്തിട്ട് നമ്മുടെ ഗാർഡൻ ഏരിയയിലൊക്കെ ഇടുക, എന്നിട്ട് ബെഡ്റൂമിൽ പോയി ബെഡൊക്കെ വലിച്ചു വാരി ഇടുക എന്ന് പറയുന്നുണ്ട്. അതായത് ഇവരുടെ ക്യാരക്ടറിൽ നിന്ന് ഇവരെ വിടിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് റിയാസ്. അപ്പോഴത്തേക്ക് അക്ബർ ചോദിക്കുന്നത് സാറിന്റെ വിഷയമാണോ, സാറാണോ ചോദിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അത് ഞാൻ റിയാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരെയും പോയി ബെഡ് മൊത്തം ഡാൻസ് വലിച്ചു വാരി ഇടുന്നുണ്ട്. പിന്നെ ഗാർഡൻ ഫുള്ള് റിയാസ് പോയിട്ട് കുറെ എന്താന്നറിയില്ല ഡസ്റ്റും പേപ്പേഴ്സ് ഒക്കെ കീറി വലിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റിയാസ് ഒന്നും അറിയാത്ത കണക്ക് ഷാനവാസും ആര്യനും അനീഷും കിച്ചണിൽ നിൽക്കുമായിരുന്നു. കിച്ചണിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ അവിടെ ഫുള്ള് ബെഡ്റൂമിലൊക്കെ ഫുള്ള് അഴുക്കാണ്, ഒന്ന് ക്ലീൻ ചെയ്യുന്ന റിയാസ് വിചാരിച്ച് വാക്കിടുന്നു. പക്ഷെ ഇവര് ഞങ്ങൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ എല്ലാം പോയി ക്ലീൻ ഒക്കെ ചെയ്യുന്നുണ്ട്. തർക്കിക്കാൻ പോയതാ ഉടനെ ഷാനവാസ് അത് ഞങ്ങൾ ചെയ്തോളാം ബാബാ നൈസിനങ്ങ് പോയി. അത് അവർക്ക് മനസ്സിലായി സംഭവം ഇത് മനഃപൂർവ്വം പണി കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. എന്നിട്ട് റിയാസ് ഇടയ്ക്ക് വിളിച്ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ GM-നെ. അതായത് എനിക്ക് തോന്നുന്നത് ഇത് ലക്ഷ്മിക്ക് ഇട്ട് ഒരു പണി കൊടുക്കാനായിരുന്നു കേട്ടോ. കാരണം ഇവര് ചെയ്യില്ലെന്ന് പറയുമ്പോ ലക്ഷ്മിയെ വെച്ചിട്ട് ലക്ഷ്മിയുടെ തലയിൽ ഇട്ടിട്ട് ടാർഗറ്റ് ചെയ്യാനായിരുന്നു തോന്നുന്നു. പക്ഷെ നടന്നില്ല, അവര് ചെയ്യുന്നുണ്ട്. ഷാനവാസ് വരും നമുക്കിട്ടുള്ള പണിയാ, പിന്നെ ഇത് അപ്പുറം കണ്ടിട്ട് വന്നയാണെന്നും പറഞ്ഞിട്ട് അവരത് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആദില് പറയുന്നുണ്ട് കുറച്ച് പനീറുണ്ട്, ഞാൻ അതിൽ പോയി കുറച്ച് ഉപ്പിടാം, എന്തായാലും അവരുടെ അടുത്ത് കളയത്തില്ല, ഒന്ന് പ്രവോക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ റിയാസ് പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പറയുന്നുണ്ട് കേട്ടോ. ഓണിയിൽ അവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം എന്തോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിലെ പോയി കയ്യിലാണ് ഉപ്പിടുന്നത്. കട്ട് ചെയ്തോണ്ടിരിക്കുന്ന കയ്യിൽ ഉപ്പിടുന്നു. പിന്നെ പനീറിന്റെ ഫസ്റ്റ് പാർട്ട് എന്തോ വഴട്ടായിരുന്നു കേട്ടോ. ഇട്ടു അതിൽ ഉപ്പിട്ട് കേട്ടോ. ഓണിയിൽ ഭയങ്കരമായിട്ട് റേസായി, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇവനും അവളും കൂടി എന്താ ഈ ചെയ്യുന്ന, കണ്ടതൊക്കെ കട്ടെടുക്കുന്ന അങ്ങനെ എങ്ങനെയാന്ന് ഭയങ്കരമായ രീതിയിൽ ഷൗട്ട് ചെയ്തു. ഉപ്പിട്ട് അതിലേ വിട്ടിട്ട് ആദ്യം അടുത്തായി ഫുള്ള് വഴക്ക്. നാടൻ എറണാകുളം സ്റ്റൈല് വഴക്ക്. നിന്നെ ഞാൻ പുറത്ത് വെച്ച് ഞാൻ കണ്ടോളാടാ, പുറത്ത് വെച്ച് അടിച്ചു പൊളിച്ചതൊക്കെ പറയാനുണ്ടോ. ഇതിന്റെ ഇടയ്ക്ക് ബിന്നി ഒരു കംപ്ലൈന്റ് ആയിട്ട് നമ്മുടെ ഹോട്ടൽ ടാസ്ക് മിഷൻ ഫീൽഡ് എന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ട് വന്നിരുന്ന് ക്യാമറയുടെ മുന്നിൽ വായിക്കുന്നുണ്ട്. കോമഡി എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബിന്നിയെ കൊണ്ടും കൂടെ നിൽക്കുന്ന ഒണിയലിനെ കൊണ്ടും ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല ബോധത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് മാനേജ്മെന്റ് വിത്ത് 0 ബ്രെയിൻ എന്നാണ്, വാഴകളാണെന്നാണ് പറയുന്നത്.
അകത്തുള്ള ഈ ബിന്നി ഓഡിയോ സഹിതം വാഴകളായിരുന്നു. അവരെ കൊണ്ട് ആ ടാസ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കള്ളപ്പണി ആൻഡ് എന്തോ ആളു കാണിക്കൽ ഇൻ ഫ്രണ്ട് ഓഫ് ഗസ്റ്റ് എന്ന് കേട്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സംഭവം. ചീപ് ഷോ ഫോർ സ്റ്റാർസ് ആൻഡ് ക്യാമറ സ്പേസ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇത് മൂന്നുമാണ് അവിടെ നടക്കുന്നെങ്കിലും ഇവരും അതിന്റെ ഒരു പാർട്ട് തന്നെയായിരുന്നു കേട്ടോ. അല്ല ഇത് ഇവർക്ക് തന്നെ നല്ല ബോധം ഉണ്ടോന്നുള്ളത്. എന്നാ ടാസ്ക് നന്നായിട്ട് കളിച്ചാൽ പോരെ. അതെ ഇല്ലേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ടാസ്ക് നന്നായിട്ട് കളിച്ചാൽ പോരെ. ഇത് അവർക്ക് തന്നെ അറിയാം എങ്ങനെയാ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് റിയാസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കഴിക്കാനെന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് ചപ്പാത്തിയും നമ്മുടെ കിഴങ്ങറിയാന്ന് പറയും. അപ്പം റിയാസ് പറഞ്ഞു എനിക്ക് പനീർ എന്നല്ലേ പറഞ്ഞു. എനിക്ക് കിഴങ്ങറി വേണം, എനിക്ക് പനീർ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒനിയിൽ വന്ന് ചെയ്യുന്നുണ്ടല്ലേ. ഒനിയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇവനെ ഇവിടെ ആക്ടിവിറ്റി ഏരിയയിൽ കിടക്കുവാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു റെസ്പെക്ട് ഉള്ള ആൾക്കാരോടെന്ന് പറയുന്നുണ്ട്. അപ്പം ആരും ചോദിക്കുന്നത് നീ ഷെഫ് അല്ലേ, നീ എന്നിട്ട് റെസ്പെക്ട് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഒന്നില്ല നീ ഉണ്ടാക്കടാന്ന് പറഞ്ഞിട്ട് ആര്യനോട് പറയുന്നു. ആരെയും പറയുന്നു നീ ഒന്ന് കൂൾ ആവുമെന്ന് പറയുന്നു. അപ്പോഴും ഒനിയിൽ വന്നിട്ട് ഞാൻ കൂൾ ആവണോ ഞാൻ ഹോട്ട് ആവണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം, ഇത് ബിഗ് ബോസ് ആണ്, പുറത്താറുന്നേ നിന്റെ ചെള്ള അടിച്ച് പൊളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒനിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഒനിയിൽ പറയുന്നുണ്ട് ഞാനെല്ലാം ആരും പറയുന്നുണ്ട് ഞാനെല്ലാം ഇട്ടേന്ന് പറയുമ്പോ അതെ അത് എന്നിട്ട് ഉള്ളിൽ പറയുന്നുണ്ട് എനിക്ക് ഇന്നലെ തന്നെ 3 സ്റ്റാർ കിട്ടി, അതുകൊണ്ട് ഇന്ന് ഇനിയിപ്പോ ഞാൻ റിസൈൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ഉണിയിൽ പറയുന്നുണ്ട്. പിന്നെ ഗിസേലിന്റെ നേരെ ചാടി കയറുന്നുണ്ട്. ഉപ്പിടുന്നത് സെക്യൂരിറ്റി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേലിന്റെ നേരെയൊക്കെ ചാടി കയറുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റിയാസും ആര്യനും അക്ബറും കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കണം. അപ്പൊ ആര്യം പറയുന്നുണ്ട് കുക്ക് ചെയ്ത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, അതിനാണ് റേസ് ആവുന്നത്, പക്ഷെ ഉപ്പിട്ടത് ഞാനല്ലെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞ് ചിരിക്കുമ്പോൾ ഒണിയിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നിട്ട് ഞാനിത് ഒഴിക്കൂന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓവറായിരുന്നു കേട്ടോ ഒണിയിൽ. എനിക്ക് ഒനിയലിന് ചിലപ്പോ ആര്യൻ കളിയാക്കുന്നതായിട്ട് തോന്നി കാണും, എന്നാലും കുറച്ച് ഓവറാണ്. ഇത് ബിഗ് ബോസ് ആണ്, പുറത്ത് വന്നിട്ട് ചെല്ലടിച്ച് കുടിക്കും ഇങ്ങനെയൊക്കെ ഇത്രയ്ക്ക് അങ്ങ് ഇതിനും വേണ്ടിട്ട് എന്താണ് പറഞ്ഞത്. ഉപ്പിട്ടതാണ് അത് അവരുടെ ടാസ്കില്ല ഇതായിട്ട് കണ്ടാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫുഡ് വേസ്റ്റ് ആവും, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കിടന്ന് ജോലി ചെയ്യുമ്പോ അതിന്റെ ഇടയ്ക്ക് വന്ന് ഉണ്ടാക്കാൻ നിൽക്കുമ്പോ എന്നാലും ഇച്ചിരി ഓവറാണ്. വേർഡ്സ് ഒക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, കുറച്ച് ഓവറായിട്ടാണ് ഉണ്ണികളുടെ സംസാരമൊക്കെ പോകുന്നത് കേട്ടോ. ഓക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായി റിയാസ് ഇങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ അക്ബറോ നോക്കിയാൽ സാറ് ഓക്കെ അല്ലേന്ന് നോക്കുമ്പോൾ റിയാസ് പറഞ്ഞു ഞാൻ ഓക്കെ അല്ല, ആകെ മൊത്തത്തിൽ വഴക്കും കാര്യങ്ങളൊക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് കണ്ണാൻ തുമ്പി പാടുത്താന്ന് പറഞ്ഞിട്ട് റിയാസിന്റെ രണ്ടാമത്തെ ടാസ്ക് റിയാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാണോ നിന്ന് പാടുന്നുണ്ട് കേട്ടോ. വോയിസ് നല്ല സൂപ്പർ അല്ലേ, നല്ല രസമുണ്ട് കേൾക്കാൻ സോങ് ഒക്കെ. അടുത്തത് റിയാസ് ഇങ്ങനെ മൂന്നാമത്തെ ടാസ്കിനുള്ള പണിയാണ് കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്ക് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഗിസലിനോട് പറയുന്നുണ്ട് നമുക്കൊരു പ്രാങ്ക് പോലെ ചെയ്യാൻ, വയ്യാത്ത പോലെ കിടക്കാൻ, ഞാൻ അനുവിനെയും ആര്യനെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് വയ്യാത്ത പോലെ കാണിക്കാം. അപ്പം ഗിസയിൽ പറഞ്ഞിട്ടുണ്ട് അയ്യോ അനുവായിട്ട് ഞാൻ ഇച്ചിരി പ്രശ്നത്തില്ല, അത് വേണോന്ന് നോക്കുമ്പോൾ വേണോന്ന് പറഞ്ഞിട്ട് ഉറങ്ങി കിടക്കുക കേട്ടോ. അനു ആര്യനെയും രണ്ടുപേരെയും പോയി വിളിച്ചോണ്ട് വരുന്നുണ്ട്. ഗിസലിനെ വയ്യെന്ന് പറഞ്ഞാൽ അനു കുറച്ച് ഓവർ ആക്കുന്നുണ്ട്, ആൾക്കാരെയൊക്കെ വിളിക്കാൻ പാനിക്കായി ആള് വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പം അക്ബർ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആര്യൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആര്യനെ അപ്പുറത്ത് തൊള്ളും ഇപ്പുറത്ത് തൊള്ളും എന്നിട്ട് ഇങ്ങനെ ഗിസേലിനെ താങ്ങുന്ന പോലെ താങ്ങിയിട്ട് നമ്മുടെ സ്റ്റോർ റൂമിന്റെ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് ഗിസേല് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, വെള്ളം കൊണ്ടുവന്ന് ഒണിയിൽ കൊടുത്തിട്ടോ. അപ്പഴത്തേക്ക് പറഞ്ഞു ഇങ്ങനെ ആക്ടിങ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവര് ഫണ്ണായിട്ട് എടുത്തു. ഞാൻ വിളിച്ച് അനു ഭയങ്കരമായിട്ട് ചുമ്മാ സീനാക്കുന്നു എടുത്തു, സീനാക്കിയില്ല, ഫണ്ണാക്കി എടുത്തു. എന്നിട്ട് അവർക്ക് ചിരിച്ച് അപ്പം റിയാസ് പറഞ്ഞു എനിക്ക് നിങ്ങൾ 3 പേരും കൂടെ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ തൊഴിൽ കൈയിട്ട് നടണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്യിപ്പിച്ചാണെന്ന് പറയുന്നത്. അതോടുകൂടി ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നാളെ ഇനി വേറെ ആരെങ്കിലും വരുമോ ഇല്ലേന്നൊന്നും അറിയില്ല. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്കിനി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരയ്ക്കും ബൈ.